കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി തയ്യാറാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണ്. എറണാകുളം പറവൂരിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതി ഈ യുവതിയുടെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായി മാറും. എന്തൊക്കെ വാർത്തകൾ ഇന്ന് മധ്യകേരളം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്ണു? ഗുഡ് മോർണിംഗ്. ഈ പറവൂരിലെ ഈ യുവതിയുടെ മരണം തന്നെയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയായി ഉയരാൻ പോകുന്നത്. അതിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പറവൂർ സ്വദേശി കാവ്യമോളാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മരിച്ചത്. കാവ്യയെ 24-ാം തീയതി പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം പ്രസവത്തിന് ശേഷം അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. പിന്നീട് ഗർഭപാത്രം നീക്കം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഹൃദയാഘാതം സംഭവിക്കുന്നു കാവ്യക്ക്. അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനിടയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ നിലവിൽ പറവൂരിലെ ആശുപത്രിക്കെതിരെയാണ് കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിന്മേൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ FIR-ൽ ആരെയും പേര് പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കൂ എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം മാത്രമേ പ്രതിപട്ടികയിലേക്ക് ആശുപത്രിയിൽ ചേർക്കണമോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ FIR-ന്റെ പ്രാഥമിക വിവരത്തിൽ ഇന്ന ആശുപത്രിയിലാണ് ആളെ പ്രവേശിപ്പിച്ചത്, ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരമുണ്ട്. അതിൽ ഇനി വിശദമായ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. കുടുംബമാകട്ടെ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുടുംബത്തിന്റെ പ്രതികരണം അടക്കം ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ സേഫ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 2 ദിവസം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ 7-ാം തീയതി തനിക്ക് സമൻസ് നൽകി വീണ്ടും വരാൻ പറഞ്ഞു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. അത് ശരിയല്ല, വസ്തുതാവിരുദ്ധമാണ് ആ പ്രചരണം എന്ന് ജയസൂര്യ വ്യക്തമാക്കുന്നു. ഈ പല ആളുകളും പരസ്യത്തിന് വേണ്ടി തങ്ങളെ ബന്ധപ്പെടുമ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം എന്ത് എന്ന് പരിശോധിക്കാൻ തങ്ങൾക്ക് സാധിക്കാറില്ല, അല്ലെങ്കിൽ അത് അവരെന്തെല്ലാം കുഴപ്പങ്ങളിൽ ചെന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പരിശോധിക്കാറില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല. ഇതുവരെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം നിയമാനുസൃതം എന്നും ജയസൂര്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണമായി ആദ്യമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾക്കും സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.